ആവശ്യമില്ലാത്ത പണിക്ക് പോണോ? എന്തോ നമ്മളെങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങും? രജി ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ എന്തൊക്കെയുണ്ട്, സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് പുറത്തൊക്കെ പോകാനുണ്ടായിരുന്നു. പുറത്തൊക്കെ പോയി വന്നു കേട്ടോ. അപ്പോൾ അതിന് മുന്നുള്ളതാണ് ആ ഓൺ വോയിസിലുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താണ് ഇന്ന് കിച്ചണിലെ കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളും, അങ്ങനെ ഇന്നത്തെ വീഡിയോ ഫുള്ളാക്കാൻ പറ്റിയില്ല. വൈകിട്ടായിപ്പിക്കും എന്താണ് അവർ കുറച്ച് പണികൾ കൂടുതൽ വന്നു. അപ്പം നമുക്ക് എന്ത് ചെയ്തു, വീഡിയോ എടുക്കാനുള്ള ടൈമൊന്നും കിട്ടിയൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് വിഷ്വൽസൊക്കെ കൂട്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ ഇന്ന് ആദ്യം തന്നെ കിച്ചണിൽ അവർ എഴുന്നേൽക്കുമ്പോഴേക്കും കിച്ചണിലത്തെ പരിപാടികളൊക്കെ തീർക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ആദ്യം നമ്മൾ ബീറ്റ്റൂട്ട് അച്ചാറൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതിനുള്ള ബീറ്റ്റൂട്ടാണ് ഞാനിപ്പോൾ എരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള സാധനമാണ് ബീറ്റ്റൂട്ട് അച്ചാർ. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ബീറ്റ്റൂട്ട് അച്ചാർ ഉണ്ടാക്കുന്നത്. അത് പുള്ളിക്കും തീർന്നു. അത് 2-3 ദിവസം കൊണ്ട് തീർന്നു കേട്ടോ. അപ്പോൾ അടുത്ത സെക്ഷൻ ഇത്തിരി കൂടുതൽ ഉണ്ടാക്കാമെന്ന് വെച്ചു. ഞാൻ സാധാരണ കുറച്ചേശ്ശെ ഉണ്ടാക്കാറുള്ളൂ. പക്ഷേ ഇന്ന് ഇത്തിരി കൂടുതൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എബി വന്നു. ഇപ്പം ഞാൻ പോയി വന്നപ്പോൾ എന്ത് ചെയ്തു, ഞാൻ ഇന്ന് ഒറ്റയ്ക്കാണ് കേട്ടോ പോയത്, അങ്ങാടിക്ക് പോയേ. അപ്പോൾ ഇന്ന് ഞാൻ പോയി വന്നപ്പോൾ എന്ത് ചെയ്തു, പൊറോട്ടയൊക്കെ മേടിച്ചുകൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പൊറോട്ട എല്ലാവരും കഴിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ എബി രാവിലെ എഴുന്നേറ്റ് വന്ന് ചായയൊക്കെ കുടിച്ച് ഒക്കെ നിൽക്കുകയാണ്. അപ്പോൾ ചായയും കുടിച്ച് പൊറോട്ടയും കഴിച്ച് അങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ബീറ്റ്റൂട്ട് അച്ചാറൊക്കെ ഉണ്ടാക്കി ബാക്കി പണികളിലേക്ക് കടക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ അച്ചാറുണ്ടാക്കി മെഴുക്കുവരട്ടി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം എൻ്റെ പരിപാടികളൊക്കെ തീർന്നു കേട്ടോ. അപ്പോൾ ആദ്യം മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന് വെച്ചു. രണ്ടും ഞാൻ ഒരുമിച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലത്തെ ചിക്കൻ കറിയുടെ കുറച്ചെടുത്ത് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മുടെ മലബാർ മസാലയുടെ മറ്റേ റെഡി ടു കുക്ക് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതുള്ള കാരണം ചിക്കൻ കറി ഉണ്ടാക്കാൻ വളരെ സുഖമാണ്. അപ്പോൾ സെബിൻ ചേട്ടൻ എനിക്ക് വന്ന് ഇന്ന് രാവിലെ തന്നെ മീൻകറി അതും കൂട്ടി പൊറോട്ട കഴിക്കാൻ വന്നതാണ് കേട്ടോ. അങ്ങനെ അധികമൊന്നും മേടിച്ചില്ല, ആൾക്കാർക്ക് ഓരോന്ന് വെച്ചിട്ട് മേടിച്ചുള്ളൂ. കുറേ മേടിക്കുമ്പോൾ ഇവിടെ ആരും കഴിക്കില്ല, കുറച്ച് മേടിക്കുമ്പോൾ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഡിമാൻഡാണ്. അങ്ങനെ ഇവർ ഇതൊക്കെ കഴിച്ച് ഒന്ന് പുറത്തേക്ക് പോകണം, അവർക്കും വീഡിയോ എടുക്കണം ഇന്ന്. അങ്ങനെ ഇതൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്നത്. ഇവിടെ മെഴുക്ക് വരട്ടി വെക്കുമ്പോൾ നമ്മൾ സവോളയും പച്ചമുളകൊക്കെ അരിഞ്ഞ് അതിൽ തന്നെ വെച്ചിട്ട് പയർ ഇതിരി വലുതാക്കിയൊക്കെ ആയിട്ട് അരിയാം. അത് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ എന്നുവെച്ചാൽ 2-3 ദിവസമായി തുടച്ചിട്ട് ആകെ മുഷിഞ്ഞൊക്കെ കിടക്കായിരുന്നു. അപ്പോൾ സെറ്റിയൊക്കെ പൊസിഷനൊക്കെ ഞാനിന്ന് മാറ്റി ഇടുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എല്ലാത്തിൻ്റെയും പൊസിഷൻസൊക്കെ മാറ്റിയിട്ടുണ്ടാകും. ഞാൻ ഈ റൂമിലായാൽ പോലും, ഞങ്ങൾ കിടക്കുന്ന റൂമിലായാൽ പോലും ഇടയ്ക്ക് ഞാൻ എന്ത് ചെയ്യും, ബെഡുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചേഞ്ച് ചെയ്തിടും. അതുപോലെ തന്നെ എനിക്ക് എപ്പോഴുമാണ് മിക്കതും എൻ്റെ ക്ലീനിങ് ഒക്കെ വരുന്നുണ്ടല്ലോ രാത്രിക്കായിരിക്കും. രാത്രിയാകുമ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, പണിയെടുക്കാനായിട്ട് ഭയങ്കര ഒരു
വ്യഗ്രതയോ എന്തൊക്കെയാണ്. അപ്പോൾ മിക്ക ദിവസവും ഞാൻ ക്ലീൻ ചെയ്യുന്നതൊക്കെ അത് ഞാൻ ചെറുപ്പത്തിലും അതെ കേട്ടോ. ഈ ക്ലീൻ ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷെ രാവിലെയൊക്കെ ഞാൻ ഇങ്ങനെ ഇരുന്ന് എന്ത് ചെയ്യും, രാത്രി ആകുമ്പോൾ മാത്രമേ ക്ലീൻ ചെയ്യുള്ളൂ. ഇതൊക്കെ പ്രത്യേക ചിലമൊരു സ്വഭാവമാണ് എനിക്കുള്ളത്. ഞാൻ തുടയ്ക്കുന്നതിൻ്റെ ഇടയിൽ പൂച്ചക്കുട്ടി കിടന്ന് നടക്കുന്നുണ്ട്. ഈ പൂച്ചക്കുട്ടികൾക്കൊക്കെ എന്താണെന്നറിയില്ല, എന്നെ കാണുമ്പോൾ പേടിയാണ്. ഇവരെ ഞാൻ അറിയാണ്ട് കയറി ചവിട്ടും, ഇവർ കയറി ഓടും. അത് കാരണം തന്നെ എന്നെ കാണുമ്പോഴേക്ക് ഇപ്പോൾ വരും ഓടുക ഇവിടുന്ന്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ മൈക്കിൾ ബേബിയുടെ ഏരിയയാണ്. ഇവിടെ ഫുള്ളും അവൻ്റെ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളും ആ ബെഡും ഇതൊക്കെ നിരത്തി ആകെ എന്തെങ്കിലുമൊക്കെ മിഠായി അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ഫുള്ളും നിരത്തും ആൾ. അതൊക്കെ നമുക്ക് പിന്നെ ക്ലീൻ ചെയ്തു. ഇവിടെ സെറ്റിയായിരുന്നു ഞാൻ മുന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഞാൻ പിന്നെ ഉറുമ്പ് വരുന്നോണ്ട് മാറ്റിയിട്ടാണ് ബെഡാക്കിയത്. ഇപ്പോൾ ബെഡ് ഇവിടെ കിടന്ന് എനിക്ക് മടുത്തു. അത് കാരണം ഞാൻ എന്ത് ചെയ്തു, വീണ്ടും ഇവിടെ സെറ്റ് ഇടാൻ തന്നെയായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഹോളിൽ കുറച്ചുകൂടി സ്പേസ് കിട്ടുമല്ലോ, അത് കാരണം തന്നെ കേട്ടോ. പിന്നെ ഇപ്പോൾ റാംബോയുടെ ഷെഡ് ഡൗൺ ചെയ്യുന്ന സമയമായതുകൊണ്ട് തന്നെ എന്താണ് ഈ പൂടെ ഫുള്ളും പറക്കുമല്ലോ. അത് കാരണം അവിടെ സെറ്റ് ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളും പൂടെ പറന്ന് ആകെ ഇതൊക്കെ ഉളക്കാവും. അത് കാരണം ഇനിയിപ്പോൾ ഇവിടെ തുടച്ച് കഴിഞ്ഞിട്ട് ഇവിടേക്ക് സെറ്റൊക്കെ ഇടണം. പിന്നെ മൈക്കിൾ ബേബിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും ഒന്നാമത് വീഡിയോയുടെ കമൻറ്റ് ബോക്സ് ഞാൻ ഫുള്ളും വായിക്കാറുണ്ട്. പിന്നെ റിപ്ലൈ തരുമ്പോൾ ഞാൻ എന്ത് തരണം എന്നുള്ളതൊക്കെ കൊണ്ടാണ് ഞാൻ റിപ്ലൈ ഒന്നും അങ്ങനെ തരാത്തത്. ആരെങ്കിലും വിട്ടുപോയാൽ അത് അവർക്ക് പിന്നെ വിഷമാവും. അതാണ് ഞാൻ റിപ്ലൈ എന്ത് തരണ്ടേന്നുള്ളൊരു പിടുത്തില്ലാത്തതുകൊണ്ടാണ്. പിന്നെ നമ്മളൊക്കെ ഇങ്ങനെ ബിഗിനറാണല്ലോ, വലുതായി വരുന്തോറും ശരിയാവുമായിരിക്കും. അപ്പോൾ ഇന്നേ വരെ എനിക്ക് നല്ല സപ്പോർട്ടാണ് കിട്ടിയിരിക്കുന്നത്. എല്ലാവരും പറയാറുള്ളത് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പറാണ്, എന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എല്ലാവരും ഇവിടെ ഇന്ന സ്ഥലത്തും ഇമ്പ്രൂവ് ചെയ്യണം എന്ന് പറയാറുണ്ട്. ബാക്കി എല്ലാവരും കൊണ്ടും എല്ലാവരും നല്ല സപ്പോർട്ടാണ് ഇന്നേ വരെ നിന്നിരിക്കുന്നത്. പിന്നെ ഉള്ളതാണ് കഴിഞ്ഞ എബിയുടെ വീഡിയോയിലാണോ അതോ ഇതിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 വട്ടമായി ഞാൻ കാണുന്നത് കുഞ്ഞു മൈക്കിൾ ബേബി സെക്കൻഡ് ബേബിയൊക്കെ വരാറായോ എന്ന്. നമ്മുടെ നാട്ടിലല്ല, ഒരു ക്ലീശ ചോദ്യമാണ് രണ്ടാമത്തെ കുട്ടിക്ക് 2 വയസ്സാകുമ്പോഴേക്കും അടുത്ത കുട്ടിയാവുക എന്നുള്ളത്. ഒരു കുട്ടീനെ തന്നെ നമ്മൾ നോക്കി കഷ്ടപ്പെട്ട് വരികയാണ് ഇപ്പം തന്നെ. ഇനിയിപ്പോൾ അതിനിടയിൽ കൂടെ രണ്ടാമത്തെ ദൈവം തരുവാണെങ്കിൽ നമ്മൾ മേടിക്കും എന്നല്ലാതെ എന്താണ് ഇപ്പോൾ എന്തായാലും അത് നടക്കില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്കിൾ ബേബിനെ കൊണ്ട് തന്നെ ഇവിടെ എല്ലാവരും തോറ്റിരിക്കുക. അതിൻ്റെ കൂടെ ഇനിയിപ്പോൾ ലിബിയുടെ കല്യാണമൊക്കെ വരുന്നുണ്ടല്ലോ, അവൻ ട്രൈ ചെയ്യട്ടെ എന്ന് വിചാരിച്ച് അവന് ഞങ്ങൾ മാറ്റി വെച്ചിരിക്കുകയാണ് അയ്യോ അവസരം. പിന്നെ ഈ പാത്രങ്ങളൊക്കെ ഈ ബേസിനിക്ക് എടുത്ത് വെക്കുന്നത് വെച്ചാൽ ഞങ്ങൾ പുറത്ത് എന്താണ് ഒരു വാഷിംഗ് ബേസിൻ പിടിച്ചു. അപ്പോൾ അതിലാണ് ഇപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകുന്നത്. ഒന്നാമത് നമ്മുടെ ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് എപ്പോഴും പാത്രം കഴുകലും ഇതൊക്കെ ആകുമ്പോൾ ഭയങ്കര ഒരു ക്ലീശ പരിപാടിയായി പോകും. അത് ആരെങ്കിലും പെട്ടെന്ന് കയറി വരുമ്പോഴായിരിക്കും നമ്മൾക്ക് കുറേ പാത്രങ്ങൾ കഴുകാണ്ടാവുക, അല്ലെങ്കിൽ ആകെ ഇവിടെ പാത്രങ്ങൾ നിരന്നിരിക്കുക. അപ്പോൾ അതൊന്നും സാറ്റിസ്ഫൈഡ് ആവുന്നില്ല എനിക്ക്. അതുകൊണ്ട് തന്നെ എന്താണ് എല്ലാവരും കൂടി എടുത്ത തീരുമാനത്തിൽ നമ്മൾ പുറത്ത് ഒരു വാഷിംഗ് ബേസിനോടും വെച്ചു. അപ്പോൾ ഇവിടെ നിന്ന് ആവശ്യമില്ല കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, പാത്രങ്ങൾ പുറത്തേക്ക് വെക്കും. അവിടെയാണ് ക്ലീൻ ചെയ്ത് ഉണക്കിയിട്ട് പിന്നെ അകത്തേക്ക് കയറ്റുന്നത് കേട്ടോ. അപ്പോൾ ഈ പാത്രങ്ങൾ ഇരുന്നിട്ടുള്ള സ്മെല്ലൊന്നും വരില്ലല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഇനിയിപ്പോൾ പതിയെ പുറത്തൊരു കുക്കിങ്ങിൻ്റെ സംഭവം കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെയൊക്കെ പിന്നെ ആവശ്യത്തിന് അവിടെ കുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ പിന്നെ അകത്ത് എപ്പോഴും കിച്ചൺ ക്ലീനായി കിടക്കും. ഇതാണ് ഓപ്പൺ കിച്ചൺ കൊണ്ടുള്ള വിഷമം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് നമ്മളുടെ നാട്ടിൽ എപ്പോഴും ഇങ്ങനെ യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ എന്താണ് എപ്പോഴും ക്ലീൻ ചെയ്തിടണം. എന്നുവെച്ചാൽ ആരെങ്കിലുമൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബോറാണ് ഇത് ക്ലീൻ ചെയ്യാണ്ട് കിടന്നു കഴിഞ്ഞാൽ. ഈ അടുക്കളയിൽ നിന്ന് ഒഴിഞ്ഞിട്ട് ഒരു നേരം കിട്ടില്ല. മിക്കപ്പോഴും എൻ്റെ വ്ളോഗിലെ ഒരു 75% മിക്കതും അടുക്കളയിൽ തന്നെയായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഇത് ക്ലീൻ ചെയ്യണം, പാത്രങ്ങൾ അപ്പം കഴുകി വയ്ക്കണം. നമുക്കിപ്പോൾ വയ്യാണ്ടായാൽ പോലും അവിടെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ആരെങ്കിലും കയറി വന്ന് കാണുമ്പോൾ തന്നെ എന്തോ വിചാരിക്കട്ടെ എന്നല്ല, പക്ഷെ നമുക്ക് എന്തോ ഒരു ഇതുപോലെയല്ല. അത് കാരണം തന്നെ ഭയങ്കര പാടാണ് ഇവിടെ തന്നെ ഇങ്ങനെ കഴുകുന്നു. പിന്നെ അത് മാത്രമല്ല ഈ വാഷിംഗ് ബേസിൻ ബ്ലോക്കായായിരുന്നേ ഈ ഇടയിൽ. അപ്പോൾ ശരിക്കും ഞങ്ങൾ കേണുപോയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്രം കഴുകാൻ വേറെ സോഴ്സസ് ഒന്നും ഇല്ലാണ്ട് പുറത്തും അവിടെ പൈപ്പിൻ്റെ അവിടെ കൊണ്ടുപോയിട്ടൊക്കെ കഴുകുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ചേട്ടൻ ശരിയാക്കാൻ വന്നപ്പോൾ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനം എടുത്തിട്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പുറത്തേക്ക് കൂടി ഒരെണ്ണം വെക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ കിച്ചണിൻ്റെ കുക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണ് അതുകൂടി ക്ലീൻ ആക്കി കഴിഞ്ഞ് ഇവിടെ കൂടി തുടച്ച് കഴിഞ്ഞു. അപ്പോൾ രാവിലെ തന്നെ ഇന്നത്തെ കുളിയൊക്കെ കഴിഞ്ഞായിരുന്നേ.
അപ്പോൾ ഞാൻ രാവിലെ അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ രാവിലെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് പറഞ്ഞപ്പോൾ അമ്മ പറയാം, ഓ മഹാകാര്യമായി പോയി എന്നൊക്കെയാണ് പറയുന്നത്. സാധാരണ ഞാൻ വൈകിട്ടേ കുളിക്കാറുള്ളൂ. ചില ദിവസം നല്ല പ്രൊഡക്റ്റീവൊക്കെ ആയിരിക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ദിവസം മാത്രം എന്തെങ്കിലും രാവിലെ എനിക്ക് കുളിച്ച് അങ്ങനെ ഇതൊക്കെ ആയിരിക്കും കേട്ടോ. ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ഇനിയുള്ള ദിവസങ്ങൾ പ്രൊഡക്റ്റീവ് ആക്കാനായിട്ട്. ചില ദിവസം വിജയകരമാവും, ചില ദിവസം വിജയകരമാവില്ല എന്ന് മാത്രം. അപ്പോൾ അതേ ബാക്കി ഇപ്പോൾ എന്താണ് വൈകിട്ടത്തേക്ക് ചീര മേടിച്ചുകൊണ്ട് വന്നായിരുന്നു ബേബിയെ. അപ്പോൾ അതുകൂടി ഒന്ന് തോരൻ വെച്ചു. ദേ ഇപ്പോൾ മൈക്കിൾ ബേബി ഉറക്കത്തിൽ നിന്ന് എനിക്ക് വന്നു. ഞാനും മൈക്കിൾ ബേബി ഒന്ന് കിടന്നുറങ്ങിയായിരുന്നു. പിന്നെ ഇപ്പോൾ ബേബി ഇന്ന് എവിടെയും പോയിട്ടൊന്നുമില്ല. ബേബി ഫോണിൽ കൂടെ തോണ്ടുന്നു. അവനിപ്പോൾ ബേബി ഉള്ള കാരണം അപ്പൻ്റെ മോനല്ലേ, അപ്പൻ്റെ കൂടെ ഇരിക്കൂ, അപ്പൻ്റെ കൂടെ നടക്കൂ. അവൻ ഏതാ സാധനം എന്നറിയാം. അപ്പനെ കണ്ടപ്പോൾ ഇപ്പോൾ അപ്പൻ്റെ കൂടെ കൂടിയിട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ബേബി യാത്ര പോയപ്പോൾ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നേ, അവൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അപ്പനെ തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യമാണ്. എന്തോ എന്നാലും പപ്പയെ പറഞ്ഞിട്ട് പോകുള്ളൂ കേട്ടോ. പിന്നെ ഇതാണ് നമ്മൾ പുറത്തേക്ക് എടുത്തൊരു സ്പേസ്, ചെറുതാക്കിയിട്ട് എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇൻ്റർലോക്കൊക്കെ ഇടണം. അതൊക്കെ ഇനിയിപ്പോൾ നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് നമ്മൾ ചെയ്ത് വരുന്നുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള യൂട്യൂബേഴ്സിൻ്റെ പോലെയല്ല, നമുക്ക് കിട്ടുന്നതിൽ ഒരു 70 to 80, ചില ദിവസം 100% നമ്മുടെ വണ്ടിക്കാണ് ചിലവ് മൊത്തം വരുന്നത്. ട്രാവൽ വ്ളോഗേഴ്സിന് അറിയുന്നതായിരിക്കും. പിന്നെ ഇപ്പം ഞാനെങ്ങാനും രക്ഷപ്പെട്ടാലോ, അപ്പം നമുക്ക് പിന്നെ ഇത് മൊത്തം ഇൻ്റർലോക്ക് ഇടാമല്ലോ അങ്ങനെ. അപ്പോൾ ഈ സാധനം കൂടി ആവുമ്പോൾ നമ്മുടെ ഡ്രസ്സൊന്നും ചീത്തയാവില്ലല്ലോ. അങ്ങനെ ഒരു ഉപകാരം കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ ഇവിടുത്തെ പാത്രങ്ങളൊക്കെ കഴുകി ഞാനിതൊക്കെ തേച്ച് വയ്ക്കുന്നതിൻ്റെ ഇടയിലാണ് എബിയുടെ കോള് വന്നത്, അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ട്. അപ്പോൾ ക്രിസ്മസിന് ഇട്ടിട്ടുണ്ടായിരുന്ന ലൈറ്റ് ഒന്നും ഊരി വെച്ചിട്ടുണ്ടായില്ല. അതൊക്കെ എടുക്കാനൊക്കെ പോയി പാത്രങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഏകദേശം 8 മണിയായി. 8 മണിക്കാണ് ഞങ്ങൾ ചായ കുടിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, വെയിലൊക്കെ ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല തലവേദന ഉണ്ടായിരുന്നേ. എന്ത് ചെയ്തു, ചായയൊക്കെ കുടിക്കാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ മൈക്കിൾ ബേബി ഞാൻ ചായ കുടിക്കുന്നു, അവൻ എൻ്റെ ചിപ്സൊക്കെ തിന്നുന്നു. പിന്നെ ഇന്നത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഇന്ന് പ്രത്യേകിച്ച് കുക്കിങ്ങൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ ചമ്മന്തിയും പിന്നെ കപ്പ എന്ത് ചെയ്തു, നമ്മൾ വെറുതെ ഇങ്ങനെ പുഴുങ്ങി ഇവിടെ ചണ്ട വേവിക്കാന്ന് പറയും, അങ്ങനെ ചണ്ടയും വേവിച്ച് ചമ്മന്തി അരച്ച് ഉണക്കമീനും വറുത്തു. അത് മതി എന്നാണ് അവർ പറഞ്ഞത് വൈകിട്ടത്തേക്ക്. കാരണം ഇന്ന് വൈകിട്ട് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായില്ല. പിന്നെ എനിക്കും മൈക്കിൾ ബേബിക്കും ഞങ്ങൾ കുറച്ച് ചോറുണ്ടായിരുന്നു, അവന് കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ ഞാനും അത് തന്നെ എടുത്തിട്ട് പറഞ്ഞ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ബൈ.